നമസ്കാരം. നമുക്കിന്ന് ഊന്നുവടികളെക്കുറിച്ച് സംസാരിക്കാം. വാക്കിംഗ് സ്റ്റിക്ക്, സപ്പോർട്ടിനായിട്ട് നമ്മൾ കുത്തി നടക്കുന്ന വടി. ഊന്നുവടി ഒരു നല്ല കാര്യമാണോ, അല്ലെങ്കിൽ അത് ആവശ്യമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? എല്ലാവർക്കും ഊന്നുവടി ആവശ്യം വേണ്ടി വരില്ല. പക്ഷേ അത് ആവശ്യമുള്ളവർക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും ഉപകാരമുണ്ട്, അല്ലേ? ഊന്നുവടി ഒട്ടും വേണ്ടാത്തവരുണ്ടാവാം, എപ്പോഴും ഊന്നുവടി വേണ്ടവരുണ്ടാകാം. എന്നാൽ ചില സമയങ്ങളിലോ ചില സാഹചര്യങ്ങളിലോ മാത്രം ഊന്നുവടി വേണ്ടവരും ഉണ്ടാകാം. ചിലപ്പോൾ ഒരു കയറ്റം കയറാൻ, അല്ലെങ്കിൽ ഒരു ഇറക്കം ഇറങ്ങാൻ, അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം ഊന്നുവടി വേണ്ടവരുണ്ടാവാം. അവരല്ലാത്ത സമയത്ത് അത് ഉപയോഗിക്കില്ല, അല്ലാത്ത സമയത്ത് ചിലപ്പോൾ അത് ശ്രദ്ധിക്കുക പോലുമില്ല. എന്നാൽ ആവശ്യം വരുമ്പോൾ അവരത് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഓരോ വ്യക്തിയുടെയും ആരോഗ്യം, മാനസികമായ സാഹചര്യം, ഇഷ്ടം അനിഷ്ടം, അങ്ങനെ പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്താണ്, അല്ലേ? ഇനി എല്ലാവർക്കും ഒരേപോലെ ഊന്നുവടിയാണോ വേണ്ടി വരിക? അല്ല. പലർക്ക് അവരവരുടേതായ വ്യക്തിപരമായ ആവശ്യങ്ങളനുസരിച്ച് പലതരത്തിലുള്ള ഊന്നുവടികളായിരിക്കും വേണ്ടി വരിക. എല്ലാവർക്കും ഒരേ സമയത്താണോ വേണ്ടി വരിക? ഒരേ അളവിലാണോ വേണ്ടി വരിക? അല്ല. ഇതിലൊക്കെ വ്യത്യാസങ്ങളാകാം, അല്ലേ? ശരിക്കും ഊന്നുവടി വേണ്ട ഒരാൾ അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അയാൾക്കത് വേണമെങ്കിൽ, അയാൾക്കത് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്കത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അത് മറ്റൊരാളുടെ പ്രശ്നമല്ല. അയാൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരാളുടെ പ്രശ്നമല്ല, അല്ലേ? നേരെ മറിച്ച് എല്ലാവരും ഊന്നുവടി ഉപയോഗിച്ചു കൊള്ളണം എന്ന് നിർബന്ധിക്കാൻ പാടുമോ? അല്ലെങ്കിൽ മറ്റൊരാൾ ഊന്നുവടി ഉപയോഗിച്ചു കൊള്ളണം എന്ന് നമ്മൾ നിർബന്ധിക്കാൻ പാടുമോ? ഇല്ല, ഒരിക്കലുമില്ല. അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യമാണ്, അയാളുടെ ഇഷ്ടമാണ്, അയാളുടെ ആവശ്യം സാഹചര്യം അനുസരിച്ചാണ്. ഇനി നമ്മൾ ഊന്നുവടി ഉപയോഗിച്ചു കൊള്ളണം എന്ന് മറ്റൊരാൾ നിർബന്ധിക്കാൻ പാടുമോ? ഇല്ല. അത് നമ്മുടെ ചോയ്സാണ്, അല്ലേ? ആരായിരുന്നാലും അത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ആവശ്യമാണ്. ഇനി നമ്മൾ ചിലപ്പോൾ തുടക്കത്തിൽ നമുക്ക് ആവശ്യം വരില്ല, പിന്നെ ചിലപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാം, പിന്നെ ചിലപ്പോൾ നമ്മളത് താഴെ വയ്ക്കാം. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അല്ലേ? ഇനി ഊന്നുവടി ഇല്ലാതെ നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അവർ നിർബന്ധമായിട്ട് ഇത് ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനി ഊന്നുവടിയുടെ ഉദ്ദേശം നമ്മളെ നടക്കാൻ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് വേണ്ട പിന്തുണ തരിക, ഇടയ്ക്ക് ക്ഷീണിക്കുമ്പോൾ അതുമൊന്ന് ചാഞ്ഞ് നിൽക്കുക തുടങ്ങിയവയാണ്. അതേ ഊന്നുവടി തന്നെ അതേ വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ മറ്റൊരാളെ അടിക്കാൻ ഉപയോഗിച്ചാൽ അത് ശരിയാണോ? അല്ല. അവിടെ അത് ഊന്നുവടിയുടെ പ്രശ്നമാണോ, ഊന്നുവടി ഉപയോഗിക്കുന്ന ആളുടെ പ്രശ്നമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും അത് അടിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും അലോ ചെയ്യാൻ പാടില്ല. അത് വെച്ചിട്ട് അൺഡ്യൂ അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുകയോ മറ്റൊരാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഒട്ടും പാടില്ല. പിന്നെ എൻ്റെ ഊന്നുവടിയാണോ നല്ലത്, നിങ്ങളുടെ ഊന്നുവടിയാണോ നല്ലത് എന്നുള്ള ചർച്ചകളും താരതമ്യങ്ങളും തർക്കങ്ങളും അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതൊരു അർത്ഥമില്ലാത്ത തർക്കമാണ്. ഓരോരുത്തർക്കും അവരവരുടെ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് അവരവരുടെ ആവശ്യം അനുസരിച്ചിട്ടായിരിക്കും വേണ്ടി വരും. അപ്പോൾ കണ്ണ് കാണാത്ത ഒരാൾക്ക് വേണ്ട ഒരു ഊന്നുവടി വ്യത്യസ്തമായിരിക്കാം. കാഴ്ചയ്ക്കൊന്നും കുഴപ്പമില്ല, എന്നാൽ കാലിഞ്ഞെല്ലാം പ്രശ്നങ്ങളുണ്ട്, നടുവിന് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് വേണ്ടത് വേറെ തരത്തിലായിരിക്കാം. അങ്ങനെ അപ്പോൾ ഇത് ഏതാണ് കൂടുതൽ നല്ലതെന്നുള്ള ചർച്ചയിൽ അർത്ഥമില്ല. ആ ഒരു ചർച്ച പോലും ആവശ്യമില്ല, അല്ലേ? ഇനി അത് വ്യക്തിപരമായ തലത്തിൽ മാത്രം വേണ്ടവർ വേണ്ട രീതിയിൽ, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതെ, ബാക്കിയുള്ളവരെ കമ്പല് ചെയ്യാത്ത രീതിയിൽ ഉപയോഗിച്ചോട്ടെ. ഊന്നുവടി ഉപയോഗിക്കുന്നുണ്ടെന്നോ ഇല്ല എന്നുള്ളത് ഒരാളെ ഒരു കൂടുതൽ നല്ല മനുഷ്യനോ ഒന്നും ആക്കുന്നില്ല. ആരോഗ്യം, ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് ശാരീരികമായിട്ട് വേണമെങ്കിൽ ഊന്നുവടി വേണ്ടാത്തവർ കുറച്ചും കൂടി ഹെൽത്തി എന്ന് പറയാം. പക്ഷേ അതൊരു ഉദാഹരണം മാത്രമാണ്. ഇവിടെ ഞാൻ എന്തിനാ ഇത്രയൊക്കെ പറഞ്ഞത്? ഈ ഒരു ഊന്നുവടിയുടെ സ്ഥാനത്ത് നമുക്ക് ഈശ്വര വിശ്വാസത്തെയോ മതത്തെയോ പ്രതിഷ്ഠിക്കാം. ഇത് രണ്ടും ഒന്നാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ഈശ്വര വിശ്വാസം മതം എന്നുള്ളത് സെയിം അല്ല, പക്ഷെ നമുക്ക് തൽക്കാലം ഉദാഹരണത്തിനായിട്ട് എടുക്കാം. അപ്പോൾ ഒരു ഈശ്വര വിശ്വാസിയാണോ അവിശ്വാസിയാണോ, ആരാണ് കൂടുതൽ നല്ല വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ പേഴ്സണൽ തിങ്. ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് മാത്രം ഒരാൾ കൂടുതൽ നല്ല വ്യക്തിയാകുന്നില്ല. ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഈശ്വരനുണ്ടോ എന്ന് സംശയമുള്ളതുകൊണ്ട് മാത്രം ഒരാൾ ഒരു മോശം വ്യക്തിയുമാകുന്നില്ല. നേരെ തിരിച്ചും ഈശ്വരനിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരാളൊരു മോശം വ്യക്തിയാകുന്നില്ല, അതല്ലാത്തത് കൊണ്ട് നല്ല വ്യക്തിയുമാകുന്നില്ല. ഇറ്റ്സ് എ ടോട്ടലി പേഴ്സണൽ ചോയ്സ്. അതിൻ്റെ പേരിൽ നമ്മളൊരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുഭവങ്ങളും ഒക്കെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. അതും ഒരു ലൈഫ് ലോങ് ഡിസിഷൻ ആവണമെന്നില്ല. നമ്മുടെ അനുഭവങ്ങളനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം, റാഷണൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ നമുക്ക് അവകാശമുണ്ട്. അതിനാണ് നമുക്ക് ചിന്തിക്കാനുള്ള തലച്ചോറ് തന്നിരിക്കുന്നത്. മറ്റൊരാൾ ഇങ്ങനെ ചെയ്തോണം, മറ്റൊരാൾ വിശ്വാസിയാവണം, മറ്റൊരാൾ അവിശ്വാസിയാകണം എന്ന് കമ്പല് ചെയ്യാനോ അങ്ങനെ ആയതിൻ്റെയോ ആവാത്തതിൻ്റെയോ പേരിൽ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാനോ ഒരു മോറൽ കോമ്പസ് വെച്ച് അവരെ അളക്കാനോ നമുക്ക് അവകാശമില്ല. തിരിച്ച് നമ്മളെ അളക്കാൻ ആരെങ്കിലും വന്നാൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് ടോട്ടലി എ പേഴ്സണൽ തിങ്, അല്ലേ? അവരവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസമില്ലായ്മ അവരവരെ രക്ഷിക്കട്ടെ. ഒരു മോറൽ സുപ്പീരിയോറിറ്റിയോ ഇൻഫീരിയോറിറ്റിയോ വിശ്വാസം കൊണ്ടോ അവിശ്വാസം കൊണ്ടോ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ വിശ്വാസികളെ അവിശ്വാസികളാക്കാനോ അവിശ്വാസികളെ വിശ്വാസികളാക്കാനോ ഒന്നും പോകേണ്ടതില്ല. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ മറ്റൊരാളോട് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാം, ദോഷങ്ങളെക്കുറിച്ച് പറയാം. അങ്ങനെ ഒരു കമ്പൽഷൻ ഇല്ലാത്ത രീതിയിലുള്ള ചർച്ചകൾ വേണമെങ്കിൽ നമുക്കാവാം. പക്ഷെ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരാളുടെ ചോയ്സിനെ എന്താ പറയുക,
ഇടിച്ചു താഴ്ത്തിക്കൊണ്ടോ ഇകഴ്ത്തിക്കൊണ്ടോ അകാരണമായി കുറ്റപ്പെടുത്തിക്കൊണ്ടോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടോ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. തിരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ആരെങ്കിലും നമ്മളെ ശല്യപ്പെടുത്താമെന്നാൽ നമ്മളത് സമ്മതിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് എൻ എൻറ്റയർലി എ പേഴ്സണൽ തിങ്. ഇതാണ് ഈശ്വരവിശ്വാസത്തെക്കുറിച്ചും മതവിശ്വാസത്തെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇൻ തിയറി ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും പ്രായോഗികമായിട്ട് ഇതിൻ്റെ വയലേഷൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ ഈ സ്പിരിച്വൽ ടോക്സും സയൻറ്റിഫിക് ടോക്സും ഈ പറഞ്ഞ നിരീശ്വരവാദികളിൽ ചിലരുടെ ടോക്സും ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പലപ്പോഴും എന്നല്ല ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നൊരു പ്രശ്നം, ചിലയിടത്ത് ഇതൊന്നുമില്ലാതെ വളരെ ലോജിക്കലി സംസാരിക്കുന്നവരുണ്ട്. എങ്കിലും ചിലയിടത്ത് ഈ ഒരു കുത്തൽ മറ്റുള്ളവരത്ര പോരാ എന്നുള്ള രീതിയിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മാർഗം ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് തുടരാം. അതിനുവേണ്ടി മറ്റൊരാളുടെ മാർഗത്തെ ഇടിച്ച് താഴ്ത്തേണ്ടതില്ല. ഇനി ഊന്നുവടിയെ മതമായിട്ടെടുത്താൽ പലർക്ക് പല മതമായിരിക്കും വേണ്ടി വരിക. ചിലർക്ക് നോർമൽ അവസ്ഥയിൽ വേണ്ടി വരില്ല. എന്നാൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഇപ്പോൾ മരണം, വേർപിരിയൽ, എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വരുമ്പോൾ അവർക്ക് താങ്ങാനായിട്ടൊരു അത്താണിയായിട്ടൊരു ഊന്നുവടിയായിട്ട് ഈശ്വരനും മതവും വേണ്ടി വരാം. അതവരെടുത്തോട്ടെ, കുഴപ്പമില്ല. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ആ ഊന്നുവടിയെ പിടിച്ചു മാറ്റണം. അത് പിടിച്ചു മാറ്റിയാൽ മാത്രമേ അവർ ലോജിക്കലാവുള്ളൂ എന്ന് പറയാൻ പാടില്ല. അത് അവരുടെ ചോയ്സാണ്. ആസ് ലോങ് ആസ് ദേ ആർ നോട്ട് കമ്പലിങ് ഇറ്റ് ഓൺ അതേഴ്സ്, ഇറ്റ്സ് ദെയർ പേഴ്സണൽ ചോയ്സ്. അപ്പോൾ ആ ഒന്നുകൂടി എടുത്തു മാറ്റാൻ നമ്മൾ ശ്രമിക്കാതിരിക്കൂ. ബാക്കിയുള്ളവരുടെ കയ്യിൽ കൊണ്ട് ഒന്നുകൂടി പിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. അത് വ്യക്തികൾക്ക് വിടുക, അല്ലേ? അത് വ്യക്തികൾക്ക് വിടുക. അതൊരു ചെറിയ കാര്യമാണെങ്കിലും നമുക്കിന്നും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് തിരിച്ചറിയാനും തിരഞ്ഞെടുക്കാനുമുള്ള ഒരു പക്വതയുണ്ട്. അവർക്കത് ഡിസൈഡ് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അവരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളത് നമ്മൾ വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മതപരിവർത്തനം, അങ്ങോട്ട് മാറില്ല ഇങ്ങോട്ട് മാറില്ല, എന്തിനാണിത്? ഇതിലൊക്കെ എന്താ നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടോ ഒരു കാര്യമുണ്ടോ? ഭീഷണി കൊണ്ടോ നിർബന്ധിച്ചിട്ടോ പ്രോംപ്റ്റ് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. വിശ്വാസിയായാലും അവിശ്വാസിയായാലും നല്ല മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് പ്രധാനം. അതിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ആരെയും ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക. നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക. അതിൽ നമുക്കൊരു നോൺ കോംപ്രമൈസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വാസിയോ അവിശ്വാസിയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഇനി വ്യക്തിപരമായിട്ട് ഞാനൊരു ഈശ്വരവിശ്വാസി തന്നെയാണ്, സംശയവുമില്ല. ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്, ഈശ്വരവിശ്വാസി തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് അവിശ്വാസിയായിരിക്കാം, വേറെ മതങ്ങളിൽ വിശ്വസിക്കാം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, ഇതെൻ്റെ സ്വാതന്ത്ര്യമാണ്. പൂർണ്ണമായിട്ടും ഞാനത് ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുണ്ട്. അൺനെസസറി കമ്പാരിസൺസിനൊന്നും ഒരിക്കലും പോവാറുമില്ല. അപ്പോൾ ഈ ഒരു അഭിപ്രായം പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊരു ചോദ്യം വരാം. അപ്പോൾ അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് ഈ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം കൂടി ഇവിടെ പറഞ്ഞത്, അല്ലേ? പിന്നെ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഊന്നുവടി പിടിച്ചു മാറ്റുകയാണെങ്കിൽ, നിർബന്ധപൂർവ്വം ഊന്നുവടി പിടിച്ചു മാറ്റുകയാണെങ്കിൽ പിന്നെ അയാൾക്കൊരു ആവശ്യം വന്നാൽ ഒരു താങ്ങാവാൻ എന്തുണ്ട് എന്നൊരു ചോദ്യം വരും. ഇപ്പോൾ ഈശ്വരനാണ് അങ്ങനത്തെ ഒരു താങ്ങെന്നുള്ള ഒരാൾക്ക്, വിശ്വാസമാണ് അങ്ങനത്തെ ഒരു ഊന്നുവടി എന്നുള്ള ഒരാളെ നിർബന്ധിച്ചത് പിടിച്ചു വാങ്ങിയാൽ പകരം എന്തെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. കാര്യം ഒരു താങ്ങുമില്ലാത്ത അവസ്ഥയിൽ ചിലപ്പോൾ അവർ വീണു പോകും. ഒരുപാട് ബുദ്ധിമുട്ടുകളും അസംതൃപ്തികളും അനീതികളും ദാരിദ്ര്യവും പല പ്രശ്നങ്ങളും പ്രതിക്ഷോഭങ്ങളും റാൻഡംനെസ്സും അനിശ്ചിതത്വവും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു താങ്ങായിട്ട് അത് ഉപയോഗിക്കുന്നവരെയും നമ്മളത് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ, ചെയ്യരുത്. എപ്പോഴെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പകരം അവർക്കൊരു ഊന്നുവടി കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു ഊന്നുവടിയും ആവശ്യമില്ലാത്ത തലത്തിലേക്ക്, അത്രയ്ക്കൊരു കൺവിക്ഷൻ്റെയും സ്ട്രെങ്ത്തിൻ്റെയും തലത്തിലേക്ക് അവർ എത്തിയിരിക്കണം. അത് എളുപ്പമല്ല. സാധാരണ മനുഷ്യർക്ക് അത് എളുപ്പമല്ല. സാധാരണ മനുഷ്യർക്ക് എപ്പോഴും ഒരു ഊന്നുവടി വേണ്ടി വരും. അപ്പോൾ ഒരെണ്ണം എടുത്ത് മാറ്റിയാൽ പകരം ഒരെണ്ണം കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. പകരം ഒരു ഊന്നുവടി കൊടുക്കാൻ തയ്യാറാവാതെ നമ്മളൊരാളുടെ നിന്ന് എടുത്തു മാറ്റിയാൽ നമ്മൾ അയാളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അവർക്കത് വേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ അക്നോളജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനോട് എംപതൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് മതത്തെക്കുറിച്ചും ഈശ്വരവിശ്വാസത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഈ വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിച്ചു. ചിന്തിക്കുക, നമ്മുടെ അഭിപ്രായം എന്താണ്? നമുക്ക് ഊന്നുവടി വേണോ? നമുക്ക് എപ്പോഴും വേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വയം ചിന്തിക്കുക. ഇവിടെ തെറ്റും ശരിയും ഒന്നുമില്ല. ബാക്കിയുള്ളവർ ഉപദ്രവിക്കാതിരിക്കുക, കമ്പൽ ചെയ്യാതിരിക്കുക, ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ള 3 പോയിൻറ്റ്സ് നമ്മൾ പാലിക്കുന്നിടത്തോളം, എന്നുള്ള 3 കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തുന്നിടത്തോളം ഇതിൽ ശരിതെറ്റുകളില്ല, തെരഞ്ഞെടുപ്പുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.